ഹലോ. ഹലോ. നിന്റെ കിടന്നാ ഉറങ്ങിയോ? ഉറങ്ങിയൊന്നുമില്ല. ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിക്കൂലല്ലോ, ഫോൺ എടുക്കൂലല്ലോ. അതെ, ഞാനല്ലേ അങ്ങോട്ട് വിളിച്ചെന്ന് പറയാൻ നോക്കുന്നില്ല. പക്ഷെ ഹലോ പറഞ്ഞത് ഒരു ഉറക്കക്ഷീണം പോലെ. ഉറക്ക ക്ഷീണമൊന്നുമില്ല. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? പിന്നെ ഉം. നിങ്ങളെ ചാരി ചേച്ചിയില്ലേ, നിങ്ങളെ പ്രിയപ്പെട്ട ചാരി ചേച്ചി. എല്ലാം കൂടി നീ അത് എന്റെ ശാരി ചേച്ചിയാക്കിയ. എനിക്കിഷ്ടമുള്ള ചാരി ചേച്ചിയല്ലേ നിങ്ങളെ. ഓഹോ, അത് അപ്പോ നിന്റെ പ്രിയപ്പെട്ട സന്ദീപിന്റെ കഥയൊക്കെ ഇന്ന് ഉച്ചക്ക് നീ കേട്ടല്ലോ. അത് വേറെ, ഇത് അനക്ക് ബേസാണ് പ്രിയപ്പെട്ട ചേച്ചി. അപ്പൊ അനക്കും ഈ ശാരി ചേച്ചിന് അത്ര ഒരു പ്രിയപ്പെട്ട ആളൊന്നുമില്ല. പറയൂ. ഞാൻ നിങ്ങളെ പ്രിയപ്പെട്ട ചാരി ചേച്ചിന്റെ ഒരു പണിയൊപ്പിച്ചു. പണി ഒപ്പിച്ച എല്ലാവർക്കും പണി ഒപ്പിക്കുന്ന ആളാണെന്നല്ലേ നീ പറഞ്ഞു. അല്ല, നിങ്ങളെ അത് ദിലീപാട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ദിലീപാട്ടനില്ലാണ്ട് ആവൂല കൃഷിപ്പണി, മറ്റേത് മറിച്ചെന്ന് പറഞ്ഞ. ഇല്ലേ? എന്ത് ഇനി അവിടെയും വല്ല ട്വിസ്റ്റും സംഭവിച്ചോ? ഉണ്ടല്ലോ. എന്ത്? പിന്നെ അങ്ങനെയൊന്നും സംഭവിച്ചു. എന്ത്? ഇതും ശാരി ചേച്ചിയാണോ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞത്? ചാരി ചേച്ചി വന്നു പറഞ്ഞൊന്നുമില്ല, ഉം. ഞാൻ അറിഞ്ഞതാ. ആ ചാരി ചേച്ചി ഇന്ന് മറ്റേ കൃഷി ചെയ്യാൻ വേറെ കാര്യം അന്വേഷിച്ചു. ഞാൻ വേറെ ആരും അന്വേഷിച്ച? അത് ശരി. അവർക്കും ഇങ്ങനെ കൃഷി ചെയ്യാൻ വേറെ ആളുണ്ടോ? ഒന്നും കൂടുതൽ ജോലിക്കാറുണ്ട്. അതല്ലേ അതിശയം. എന്നിട്ട് ദിലീപാട്ടനാടില്ല, കൃഷി ചെയ്യാൻ വേറെ ആള് വന്നത് ദിലീപാട്ടൻ കണ്ട് ഭൂമിയിൽ കരിക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്നു. റൂമിൽ വന്നിട്ട് കരിച്ചു കുടിച്ചോണ്ടിരിക്കുന്ന കരിക്ക് കുടിക്കുമ്പോൾ ദിലീപാട്ടൻ പിടിച്ചു. ഇല്ല, ഞാൻ ഇത് ഉള്ളത് തന്നെയാണോ? ഉള്ളത് തന്നെയാണ്. അവരെപ്പറ്റി അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അമ്മയോട് മറ്റേ ഇവരില്ലേ കല്യാണിച്ച്, ഓര് പറഞ്ഞതാ. അത് ശരി. ഞാൻ വിചാരിച്ചിങ്ങനെ ചാരി ചേച്ചിനെ കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ എതിരറിയുന്നത്. ഓഹോ, അപ്പൊ അതാണ് നിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തിരുവരി തന്നിട്ടുണ്ടാവില്ല. എനിക്ക് ഒരു ദിവസം പോലും ഇത് ഇല്ലാണ്ട് നടക്കൂല, എനിക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ ദിലീപാട്ടൻ അടി ഉണ്ടാവില്ല, അപ്പൊ ദിലീപാട്ടനില്ല. അപ്പൊ പിന്നെ ഒരു ദിവസവും നിൽക്കാതെ വരിക്കും ഇനി ആരെങ്കിലും വേണം. അപ്പൊ ആരും മോശക്കാരില്ലല്ലേ? കണക്കിന് ഞാനൊക്കെയാണ് കാണുമ്പോ ഡീസന്റ് ശരിക്കും എല്ലാരും കാണുമ്പോ ഓക്കെ ഡീസന്റ് ആണ്. നമ്മളെ കണ്ടില്ല. പക്ഷെ ഇതിനെപ്പറ്റി ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല കേട്ടോ. അതാരാണ് ആ ഭാഗ്യവാൻ? ഒരുമിച്ച് എന്താ പറയുക, ഒരുമിച്ച് കൃഷി ചെയ്യാൻ കിട്ടിയ ആ ഭാഗ്യവാൻ ആരാന്നറിയുമോ? ഭാഗ്യവാനെ അറിയില്ല, ഒരു ഓട്ടോക്കാരനാണ് പറയുന്നത്. അത് ശരി. അല്ല, പ്രിയപ്പെട്ട ചാരി ചേച്ചിയാണ് അവിടെ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട അവിടെ വെച്ചിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നിന്റെ പ്രിയപ്പെട്ടതാണല്ലോ. അങ്ങനെയല്ല, അങ്ങനെയാണ് അവര് പറഞ്ഞത്, അതുകൊണ്ട് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ഈ ഓട്ടോക്കാരനായിട്ട് എങ്ങനെയാ ഇത് കമ്പനി ഓടി? എനിക്കറിയില്ല. അതെങ്ങനെ കമ്പനിയാണെന്ന് അറിയില്ല. അതിന് ചാരി ചേച്ചിയോടൊന്ന് ചോദിച്ചു നോക്കേണ്ടി വരും. അപ്പോ അതിന്റെ എന്തായി, മൊത്തം പ്രശ്നമായോ? പ്രശ്നമായിട്ടുണ്ടാവൂലേ, ദിലീപാട്ട് നേരിട്ടല്ലേ കണ്ടേ. ഒരു നല്ല കൃഷിപ്പണിക്കാരനല്ല എന്ന് ശാരി ചേച്ചിക്ക് മനസ്സിലാക്കണം. കൃഷിപ്പണി
പണിക്കാരനെല്ലാം തന്നെയായിരുന്നു. പക്ഷെ ദിലീപാട്ടൻ അയാളെ 2 ദിവസമായിട്ടില്ല. എന്തോ പുറത്തു പോയതാണെന്നോ പറഞ്ഞു. രാവിലെ അപ്പൊ അങ്ങനെ പുറത്തെല്ലാം പോകണ്ടേ? എവിടെയാണെന്ന് അറിയില്ല. നമ്മൾ ആവശ്യത്തിന് പോയതായിരിക്കും. അത് ഇവരൊന്നും പോയിട്ടുണ്ടല്ലോ. അത് തെറ്റിപ്പോ അങ്ങനെ മിക്കവാറും ഈ ഓട്ടോക്കാരാണ് അവര് സ്ഥിരമായിട്ട് നല്ല ബന്ധം കാണുന്നുണ്ട്. സ്ഥിരമായിട്ട് ഇവര് ഓട്ടോക്കാരൻ പോകുന്നതും വരുന്നതും കാണുന്നുണ്ടോ? ആടെ ഇങ്ങനെ എല്ലാ ആവശ്യത്തിനും വരുന്നയാളാന്ന് തോന്നുന്നു. എല്ലാ ആവശ്യത്തിനോ? പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു ആവശ്യം കൂടി ചെയ്ത് കാണും. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം. അപ്പൊ പരിചയം ഉണ്ടായിരിക്കും, പരിചയം ഉണ്ടാവും. എന്തായാലും ഒരു ഭാഗ്യവാൻ തന്നെയാണ്. ശാരീരിക കുറച്ച് നാള് പുറത്തിറങ്ങുമെന്ന് അറിയില്ല. പിന്നെ നീ എന്നെ തെറ്റില്ല. ശാരീരികത്തിനെ കാണുമ്പോ പഴയ ബാനുപ്രി കിട്ടുന്ന നടി ആയൊരു ലുക്കാ പണ്ടേ കാണുമ്പോ. അവർക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ലല്ലോ. കാണുന്നത് അതാണ് അത്രക്ക് ഭയങ്കര കാണുമ്പോ ഒരു കുറച്ച് ഹൈറ്റും മോശമൊന്നുമില്ല. അതേപോലത്തെ ഒരു ഷേപ്പല്ലേ ആയിട്ടുണ്ട്. അത് മോശമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ആര് കണ്ടാലും നോക്കിപ്പോവും. പക്ഷെ ഇത് ഓട്ടോക്കാരൻ കയറി നോക്കുന്ന കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത്. ഓട്ടോക്കാരെ മനുഷ്യനല്ലേ. മനസ്സിലായില്ല. പണ്ടൊക്കെ ദിലീപാട്ടനോട് കുറെ ആൾക്കാർക്ക് അസൂയായിരുന്നു. ഈ ഇവരെയും കിട്ടിയോണ്ട് ഒരുമിച്ച് കൂട്ടി നടക്കുമ്പോഴൊക്കെ ആൾക്കാർ ഇങ്ങനെ എന്താ പറയാ ഒരു ദുഷ്പോലെ കാണുന്നതാണ്. കാരണം അയാളെ അത്ര വലിയ ഗ്ലാമറല്ല. ഇതാകെ നല്ല ഒട്ടുക്കത്തെ ഗ്ലാമറാണ്. മാറിയിരിക്കും ആൾക്കാരത്. പറഞ്ഞിട്ട് കാര്യം. ഇപ്പൊ ആൾക്കാർ അങ്ങനെ ആരാധന മൂട്ടാക്കി നിർത്തി ഓട്ടോ ഡ്രൈവർ. അങ്ങനെ ആരാധന മൂട്ടിട്ട് പോയിരിക്കും. പക്ഷെ ആരാധന മൂട്ടിട്ട് പെട്ടെന്ന് പോകാൻ പറ്റില്ല. അതല്ല, ആടെ സ്ഥിരമായിട്ട് എന്താവശ്യത്തിനും വരുന്നതാണല്ലോ. അപ്പൊ നല്ല പരിചയമുണ്ട്. അപ്പൊ അവര് തമ്മിൽ ഉള്ള ദിലീപാട്ടനും അറിയില്ലായിരിക്കും. അപ്പൊ ആദ്യം ഓട്ടോക്കാരനെ കൊണ്ട് ആദ്യത്തെ കൂടുതലായിരിക്കും. കാര്യം വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണല്ലോ കാര്യങ്ങളുടെ പോക്ക്. ശാരീരിക്കൊന്ന് ചോദിച്ചു നോക്കണം. അറിയില്ല. നാട്ടിലിങ്ങനെ കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നാട്ടിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇനിയിപ്പോ ശാരീരിക്ക് ഇതിന്റെ ഇടയിലോട്ട് തന്നെ കാണാൻ ഇല്ലല്ലോ. കഴിഞ്ഞല്ലോ, വേറെ പരിപാടി കഴിഞ്ഞു. അല്ല അമ്മ അറിയില്ല. നീ കണ്ടിട്ട് അതിന്റെ സത്യാവസ്ഥ ചോദിച്ചു നോക്കി. ചിലപ്പോ ഉള്ള തന്നെയാണോ അല്ലെ ആൾക്കാര് വെറുതെ വെടി പറയുന്നല്ലോ. അങ്ങനത്തെ വെടി പറയുമോ? ഇതാണ് ചേച്ചി എന്റെ അടുത്ത് അന്നത്തെ സംഭവം എന്തായി? 2 പിള്ളേർ പറഞ്ഞേ നടത്തട്ടെയോ? അത് ഇപ്പുറത്തെ പേര് മാറിപ്പോയി. അവിടെ പോയൊരു കല്യാണിക്ക് മറ്റേ പെണ്ണ് ഓടിച്ചോടി പോകാനല്ലേ. എന്തായാലും എവിടെ വിളിച്ചാലും ഇപ്പൊ ഞാൻ ഇന്ന് ഉച്ചക്ക് നിന്റെ അടുത്ത് ഇവിടുത്തെ കേസ് പറഞ്ഞിട്ടേ സബ്ജിന്റെ അതേപോലെ രാത്രി അനക്കും ഒരു കഥ കിട്ടി. ഇപ്പൊ നാട്ടിലൊട്ടാകെ ഇങ്ങനെ തന്നെയല്ലേ നടക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അതാണ് കൂടുതൽ ആൾക്കാർ പറയുന്നത്. ഫ്രണ്ട്സാണെന്നാണ് പറഞ്ഞാൽ ആണും പെണ്ണുള്ളതിനാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാം കൊടുത്ത് സഹായിക്കുന്ന ആൾക്കാർ. ദിലീപാട്ടിന്റെ കാര്യം എന്താ? ശാരി വെച്ച് വന്നാൽ അറിയാം. ചോദിച്ചു നോക്കാം. അങ്ങനെ വരുവോ? അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല.
പറയാൻ പറ്റില്ല. എന്തായാലും തൽക്കാലത്തേക്ക് അവരെ കൃഷി നിന്ന്. ഉം. ഇനിയിപ്പോ ഈ ദിലീപാട്ടൻ കൃഷി ചെയ്തല്ലോ ഈ ഒരു കാരണം കൊണ്ട് ആ, മൊത്തത്തിൽ കൃഷിപ്പണി വന്നു. ഉം. ഇനി സർക്കാരൊന്ന് വെള്ളമടിച്ച് കൃഷിപ്പണിക്ക് പിന്നെ ശാരീരിക ആളായി ദിലീപാട്ടന് കൃഷിപ്പണിക്ക് വേറെ ഏതെങ്കിലും നോക്കുന്ന അറിയില്ല. ഒരാൾ പോയല്ലോ. ഇനിയിപ്പോ അതാ വീണ്ടും ഈ ഓട്ടോക്കാരെ ഇനി അത് നിർത്തിയിട്ട് നീ വരില്ലല്ലോ. അറിയില്ലല്ലോ, പറയാൻ പറ്റില്ലല്ലോ. ആൾക്കാരുണ്ട്. ഉം. അങ്ങനെ എവിടെയും സ്ഥലം മാറ്റി പിടിക്കാം. ഏ? ചെയ്യാനുള്ള സ്ഥലമൊക്കെ മാറി പിടിക്കാം. ഇനിയിപ്പോ അതെ, അങ്ങനെ പറഞ്ഞ കേൾക്കണം. ഉം. എവിടെയും പോകണമെന്നൊക്കെ പറഞ്ഞാൽ പോവാറ്. അടക്കേണ്ട കാരണമൊന്നുമില്ലല്ലോ കൃഷി. ഇങ്ങനെയാകുമ്പോൾ ഈ ഒരു കൃഷിക്കാരനായിരിക്കുമല്ലോ വേറെ ആൾക്കാരുണ്ടെങ്കിലും. കാരണം അവര് പറഞ്ഞ ഇത് വർഷം ഇതില്ലാണ്ട് നടക്കൂലല്ലേ പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞേ. ആ. ഉം. പോയാ ഞാൻ പോയിട്ടില്ല പറ. ഒന്നുമില്ല, വേറെ ഉറങ്ങാനായി ഇതായ ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിഞ്ഞ് ഉം. ഭക്ഷണം വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങി നടക്കട്ടെ. ഇങ്ങനെ എന്തായാലും പോകില്ല. കാരണം തൽക്കാലമുള്ള ശമനം കിട്ടിയല്ലോ. ഇനി അവിടെ പോകണ്ടേ? ആരെയുണ്ടോ? നിങ്ങളിനി അവിടെ ഒന്ന് പറയണ്ടേ മൂടിപ്പോയി കിടക്കട്ടെ. നടക്കാൻ മനസ്സിലായല്ലോ. അനങ്ങാണ്ട് മൂടിപ്പോച്ച് കിടന്നു കേട്ടോ. ഞാനിപ്പം കൊറേ കാലമായിട്ട് മൂടിപ്പോച്ചിട്ടുന്നില്ലേ കിടക്കില്ല. അനങ്ങാണ്ട് മൂടിപ്പോച്ചിട്ടുന്നില്ലേ കിടക്കില്ലേന്ന്. കിടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അനങ്ങിയിട്ടുള്ള കിടന്നു. അതിനൊന്നും താല്പര്യമില്ല. ഇല്ല, അനങ്ങാണ്ട് കിടന്നാല് കുറച്ച് അനങ്ങിയിട്ടെല്ലാം കിടന്നോ പറയാം. അനങ്ങിയിട്ടെങ്കിൽ കിടക്കും. പിന്നെ പടിയൊക്കെ പോലെ കിടക്കാൻ പറ്റുമോ? അടക്കും ഒരു കഴിച്ചു കുടിക്കാനും എല്ലാം തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാ, കിടന്നു കഴിക്കാടുന്ന് എനിക്ക് വാങ്ങാൻ കിട്ടുമെങ്കിൽ വാങ്ങിക്കോ. കിട്ടുന്നില്ല. അവിടെ പറ്റില്ലാതെ നാട്ടിലേക്ക് ആ നാട്ടിൽ വന്നിട്ട് കുടിക്കാം. കഴിക്ക് മൂട്ട് കൂടും. തേങ്ങ എന്നാ പിന്നെ ഉറങ്ങിക്കോ. നാളെ ഉച്ചക്ക് വിളിക്കാം.